أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا زدنا علما نافعا رزقا طيبا متقبلا من يا رب العالمين. اللهم صل على محمد وعلى آل محمد. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. സൂറത്തുൻ നിസായിലാണ് നമ്മൾ ഇനി മുതൽ ഉള്ളത്. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചത് അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയും പിന്നെ സൂറത്തുൽ ആൽ ഇമ്രാനുമാണ് പഠിച്ചത്. ഓക്കെ, സൂറത്തുൽ ആൽ ഇമ്രാൻ വരെ എത്തിയപ്പം നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞ ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോയത്. സൂറത്തുൽ ഫാത്തിഹയിൽ അതിനെ ഏറ്റവും ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്തതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആക്ക് ഉത്തരം ചെയ്യാണ്. ഏത് രീതിയിലുള്ള ആളുകളായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻപ് സൃഷ്ടിച്ചു വരുന്നത്, അവരെങ്ങനെയുള്ള ആളുകളായിരുന്നു, അവരുടെ തിന്മകൾ എന്തായിരുന്നു, അവരുടെ നന്മകൾ എന്തായിരുന്നു, നന്മ ചെയ്തവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്, തിന്മ ചെയ്തവർക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത്, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് തരത്തിലായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനു മുമ്പ് വന്ന നബിമാരുടെ കഥയാണ് പറയുന്നത്. നബിമാർക്ക് എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവ് എത്തിച്ചു കൊടുത്തതെന്നും അവരെങ്ങനെയാണ് വഴിതെറ്റിപ്പോയതെന്നും അവരുടെ കഥകളിലൂടെ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. സൂറത്തുൽ ആൽ ഇമ്രാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ അള്ളാഹു സുബ്ഹാനഹു വ തആല കോപിച്ച ഒരു മാർഗത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് അവരോട് കോപം ഉണ്ടായത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹ സൂറത്തിൽ നമ്മളോട് ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തരുതേ അള്ളാഹുവേ, എനിക്ക് നീ നേരായ മാർഗം കാണിച്ചു തരണമേ, ആ നേരായ മാർഗത്തിൽ എന്നെ വിജയിപ്പിച്ചു തരണേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാക്കി അതിനെ നീ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞത്. അൽഹംദുലില്ലാ 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 റബ്ബിൽ ആലമീൻ. അതിനുശേഷം നമ്മൾ സൂറത്തുൻ നിസായിലാണ്, ആദ്യത്തെ ജുസിൽ ആണ് നമ്മളുള്ളത്. സൂറത്തുൻ നിസാന്റെ ആദ്യ ഭാഗത്തിലാണ് നമ്മളുള്ളത്. ഓക്കെ, ജുസ് 4-ാമത്തെ ജുസിലാണ് ആദ്യത്തെ ഭാഗം കേട്ടോ. സൂറത്തുൻ നിസാ 1 മുതൽ 58 വരെയുള്ള ആയത്തുകളാണ്. ഓക്കെ, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ തഖ്വയുള്ള സമൂഹമായി നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. അത് കുടുംബ ബന്ധങ്ങളിലൊക്കെ തഖ്വ നമ്മളെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തത്, അനാഥകളുടെ അവകാശങ്ങൾ ഒരിക്കലും ഹനിക്കാൻ പാടില്ല. അനാഥകളുടെ സ്വത്തുക്കൾ, അവരുടെ സമ്പത്ത്, അവരുടെ അഭിമാനം, ഇതൊക്കെ എന്താണ്, അമാനത്താണ്. അത് എത്രത്തോളം സംരക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം സംരക്ഷിക്കുക. അവർക്ക് എന്തെങ്കിലും കൊടുത്തുകൊണ്ട് വേണമെങ്കിലും നമ്മൾ സംരക്ഷിക്കുക. അഥവാ അവരുടെ സ്വത്തും മുതലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ തൃപ്തിയിലും പൊരുത്തത്തിലായിരിക്കണം അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വിവാഹവും നീതിയും, അത് എത്രത്തോളം നീതി കാണിക്കണം ഒരു വിവാഹബന്ധത്തിൽ എന്നുള്ളതാണ്. ഇനി അഥവാ നിങ്ങൾ മറ്റൊരു വിവാഹത്തിലേക്ക് പോവുകയാണെങ്കിലും പഴയ വിവാഹബന്ധത്തിനോട് നീതി കാണിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ പുതിയ വിവാഹബന്ധത്തിലേക്ക് പോകാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായ ഉത്തരവാദിത്തം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ള, സമ്പത്ത് ഉപയോഗിക്കേണ്ടതെന്നും, അതുപോലെ തന്നെ ബുദ്ധിയില്ലാത്ത, സമ്പത്ത് വിനിയോഗിക്കാൻ അറിയാത്ത ആളുകളുടെ കയ്യിലേക്ക് സമ്പത്ത് ഏൽപ്പിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ്. അതിനുശേഷം അവകാശ നിയമങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഓഹരികളും അതെങ്ങനെയാണ് അവർക്ക് കൊടുക്കേണ്ടതെന്നും, മാതാപിതാക്കൾക്കുള്ള ഓഹരിയും ഒക്കെ സ്വത്തുമായി ബന്ധപ്പെട്ട് എങ്ങനെ വീതം വെച്ച് കൊടുക്കണം എന്നുള്ളതാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷാ നിയമ നടപടികളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ വിവാഹബന്ധത്തിലെ പരിധികൾ, അതായത് സ്ത്രീകളെ ബലം പ്രയോഗിച്ചുകൊണ്ട് നിലനിർത്തുക, അതുപോലെ തന്നെ നിക്കാഹ് ചെയ്ത സ്ത്രീയെ പിന്നെ ബന്ധം വേർപ്പെടുത്തിയാലും ഒഴിവാക്കി കൊടുക്കാതിരിക്കുക, ഇതുപോലുള്ള പ്രയാസങ്ങൾ സ്ത്രീകളുമായിട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. വിവാഹത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത്, അത് ശുദ്ധിയായിരിക്കണം. അതായത് നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കാനും അതുപോലെ തന്നെ സംരക്ഷണം ലഭിക്കുവാനും വേണ്ടിയിട്ടുള്ളതാണ്. പരസ്പരമുള്ള തൃപ്തിയാണ് വിവാഹത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നത്. ദീൻ എന്ന് പറയുന്നത് സൗകര്യമാണ്. അള്ളാഹു ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ദീന് നൽകിയിട്ടുള്ളത്. അത് നമുക്കുള്ള സംരക്ഷണ കവചമാണ്. ആ സംരക്ഷണ കവചത്തിൽ നിന്ന് പുറത്തു കടന്നു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ഫിത്നയുടെ ഏറ്റവും വലിയ ആധിക്യമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ കുടുംബങ്ങളിലും ബന്ധുക്കളിലും നമ്മുടെ സമൂഹത്തിലും ദീനിൽ നിന്ന് പുറത്തു കടന്നിട്ട് ദീനിനെ നോക്കി കാണുന്ന ഒരു സമൂഹം അല്ലെ. അവർക്ക് ദീനിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന തിന്മകളും പോയി വീഴുന്ന ഫിത്നകളും കാണുമ്പോൾ നമുക്ക് തന്നെ ഭയം വരുന്ന രീതിയിലാണ് ദീനിനെ അവർ ഉപയോഗിച്ചിട്ടുള്ളത്.
അവര് വസ്ത്രത്തിലായിരിക്കും നമ്മൾ കാണുന്നത് ദീന്, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ആ ദീനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ദീൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ വിശുദ്ധിയും ഹൃദയത്തിൽ തഖ്വ സൂക്ഷിക്കലുമാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പഠിപ്പിക്കുന്നത്. അതിനുശേഷം തന്നെ സമ്പത്ത്, ജീവൻ ഇത് അന്യായമായിട്ട് നമ്മൾ എന്താക്കാൻ പാടില്ല, നമ്മൾ ഹനിക്കാൻ പാടില്ല. അതായത് ആത്മഹത്യ, ഇതൊക്കെ എന്താണ് കർശനമായിട്ട് വിരോധിച്ച മതമാണ് നമ്മുടെ മതം. അതുപോലെ തന്നെ സാമൂഹികമായ സമത്വം വേണം. അതായത് മറ്റുള്ളവർക്ക് ലഭിച്ചതിൽ, അവർക്കുണ്ടായ അനുഗ്രഹത്തിൽ അതിലൊക്കെ അസൂയ കാണിക്കുകയും അതിനെ കുറിച്ചിട്ട് നമ്മൾ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കി കാണേണ്ടതാണ്. കുടുംബ തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കുമ്പം എങ്ങനെയാണ് നമ്മൾ മധ്യസ്ഥത വഹിക്കേണ്ടത് എന്നുള്ളതാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഇബാദത്തും സാമൂഹിക നീതിയും എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത് എന്നുള്ളത്, പിന്നെ കപട വിശ്വാസികളുടെ സ്വഭാവം എന്താണെന്നുള്ളത്, കിതാബ് നൽകിയവരുടെ എന്തുകൊണ്ടാണ് വഴി തെറ്റിപ്പോയത് എന്നുള്ളത്, അമാനത്തുകൾ എങ്ങനെയാണ് അർഹർക്ക് നൽകേണ്ടത്, അതുപോലെ തന്നെ ഭരണത്തിലും കുടുംബത്തിലും ഇസ്ലാമികമായിട്ടുള്ള മൂല്യം എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ നമ്മൾ തഫ്സീറിലേക്ക് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഫ്സീറുകളെ വെക്കുമ്പം നമ്മൾ അതിനെ നോക്കിക്കാണുമ്പോൾ നമുക്കൊരു കഥ വായിക്കുന്ന അത്രയും ലാഘവത്തിൽ വായിച്ചു പോകാൻ പറ്റുന്ന ഒരു ഒരു കിതാബാണ് തഫ്സീർ. എന്നാൽ ആ തഫ്സീറിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് അതിനെ വായിക്കാം, എന്നാൽ നമുക്ക് ഈസി ആയിട്ടും അതിനെ നോക്കിക്കാണാം. നമ്മളിപ്പോൾ ഈസി ആയിട്ടുള്ള ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിന്റെ ബാഹ്യമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ കൽപ്പിച്ചത് അതിനെ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം, അതിനെ വ്യാഖ്യാനിക്കുമ്പം, അതിന് നമ്മൾ ഒരാൾക്ക് അതിനെ കുറിച്ചിട്ടൊരു വിവരണം കൊടുക്കുമ്പം അവർ നമ്മളടുത്ത് ഒരു ഫത്വ ചോദിച്ചു വരുമ്പം നമ്മൾ നിർബന്ധമായിട്ടും അതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം കണ്ടെത്തുകയും, അതുപോലെ തന്നെ അതില് ആ സാഹചര്യം എന്തായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയാനുള്ളതെന്നും, സഹാബികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്, അവരെങ്ങനെയാണ് അതിന് ഉത്തരം കൊടുത്തത്, അത് വെച്ച് അവരെങ്ങനെയാണ് നിയമ നടപടികൾ സ്വീകരിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ ഒരാൾക്കും നമ്മൾ ഈ തഫ്സീർ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഉത്തരം കൊടുക്കാൻ പാടുള്ളതല്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കി എന്ന് വിചാരിച്ച് ഞാൻ എല്ലാം തികഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നതിനേക്കാളും നല്ലത് ഞാൻ കുറച്ചുകൂടി അവധാനതയോട് കൂടിയിട്ട് ഞാൻ ഒന്നും കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ മറ്റൊരാൾക്ക് ഇതിനെ കുറിച്ചിട്ട് ഉത്തരം കൊടുക്കുള്ളൂ എന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കണം, കാത്തു സൂക്ഷിക്കണം. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഫത്വ കൊടുക്കാൻ നല്ല നല്ല ഉലമാക്കള് നമ്മൾക്ക് ഈ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും എല്ലാത്തിനും നമുക്ക് ഏറ്റവും നല്ല നല്ല ഉലമാക്കള് ഓൾറെഡി ഉണ്ട്. അവർ ഒരുപാട് പഠിച്ച് ഒരുപാട് വളർന്നു കഴിഞ്ഞ ആളുകളാണ്. അപ്പൊ അവരുടെ വിവേകത്തോട് കൂടിയിട്ടുള്ള ആൻസറിന് നമ്മൾ കാത്തു നിൽക്കണം. പെട്ടെന്ന് എടുത്തു ചാടിയിട്ട് നമ്മൾ ഒന്നിനും ആൻസർ ചെയ്യാൻ നിൽക്കരുത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്താണ് ഈ ഖുർആനിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിവരണം മാത്രമാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല, ഒരാൾക്കും ജഡ്ജ്മെന്റലായിട്ട് ആൻസർ കൊടുക്കാൻ പാടില്ല. അവരിങ്ങനെയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് അവരിങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഇനി അവർക്ക് ഞാൻ ഉത്തരം കൊടുക്കട്ടെ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ നമ്മളോട് മറക്കേണ്ടത് ഭാഗങ്ങൾ മറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവര് മറച്ചിട്ടില്ല, അവര് ദീനിന്ന് പുറത്തു പോയതാണ്, അങ്ങനെയൊന്നും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മുടെ മനസ്സിനെ നമ്മൾ അടക്കി നിർത്തണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഓരോ മനുഷ്യനും ഉത്തരം കൊടുക്കുന്നവനൊക്കെ. അവനാണ് അവരുടെ ജഡ്ജ്. അവർക്കുള്ള ജഡ്ജി അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, നമ്മളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആരെന്ത് ചെയ്യുന്നത് കണ്ടാലും അതിന് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ ജഡ്ജ് ചെയ്തിട്ട് അവർ തെറ്റിലാണ്, അവർ കുഫറിലാണ്, അല്ലെങ്കിൽ അവർ നാളെ നരകത്തിലാണ്, ഇതൊന്നും നമ്മൾക്ക് പറയാനുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. നാളെ പരലോകത്ത് വെച്ചിട്ട് കൊടുക്കേണ്ട ആൻസർ ആണത്. ഈവൻ മലക്കുകൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അനുവദിച്ചു കൊടുത്തിട്ടില്ല. അതല്ലേ നമ്മളോട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹു ഇതിനെ ഞാൻ എങ്ങനെയാണ് പിന്നെ എഴുതി വെക്കേണ്ടത്, ഇതിലെ എത്രയാണ് ഞാൻ അവർക്ക് കൊടുക്കേണ്ട അനുഗ്രഹത്തിന്റെ ഇത് ഞാൻ എത്രയാണ് എഴുതി വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അത് എനിക്കുള്ളതാണ്, ഞാൻ നാളെ പരലോകത്ത് വെച്ചിട്ട് അവർക്ക് അതിനുള്ള ഉത്തരം കൊടുക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻക്ക് ചിലപ്പം സ്വർഗത്തിന്റെ ഉന്നതി ലഭിക്കുന്ന ഉത്തരമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ കാണുമ്പോൾ എന്താണ്, ഒരു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒരു വാക്ക് മാത്രമാണ്. പക്ഷെ അവന്റെ ഹൃദയം കൊണ്ട് അവനത് ഉത്തരം കൊടുത്തതാണ് എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും ആ നന്മക്ക് 700 ഇരട്ടി വരെ അതിന് കൂലി കൊടുക്കും.
അപ്പൊ നമ്മൾ ഒരിക്കലും ഒരാളെ കണ്ടിട്ട് അവര് ഇന്നത് ചെയ്തപ്പോ ഇത് ഇന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരാളെയും നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആളില്ല. നമ്മൾ ഒബ്സർവർ ആണ്. ഒബ്സർവ് ചെയ്യുക, ഓരോരുത്തരെയും നമ്മൾ അത് നോക്കിക്കാണുക, അവർ ചെയ്യുന്നതിന് നോക്കിക്കാണുക. അവർക്ക് എന്തെങ്കിലും നന്മയിൽ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ അവരോട് പേഴ്സണലായിട്ട് മാത്രം അവരോട് സംസാരിക്കുക. അവരുടെ എന്തെങ്കിലും തിന്മ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് അവരെ അപമാനിക്കുകയോ അവരോട് പറയാനോ പോവുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ പേഴ്സണലായിട്ട് അവരുടെ ഗുണകാംക്ഷയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ല അവരെ ജഡ്ജ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരാളുടെ മുന്നിൽ വെച്ചിട്ട് അപമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും അതേപോലെ അതിനേക്കാളും വലിയൊരു സദസ്സിൽ വെച്ചിട്ട് നമ്മൾ അപമാനിക്കും. അപ്പൊ അത് ഒരിക്കലും നമ്മൾ ഒരാളെ അപമാനിക്കാനൊന്നും നമ്മൾ ആളുകളല്ല. അതിനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് കേവലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതിന് മാത്രമാണ്. ആ ഇബാദത്തിൽ നമ്മൾ നന്മയല്ലേ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇത് ഈ സൂറത്ത് നിസാ പിന്നെ അവതീർണമായത് മദീനയിലാണ്. ഇതില് 176 വചനങ്ങളുണ്ട്. ഓക്കെ. സൂറത്ത് നിസാ ആണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇറക്കപ്പെട്ട ആയത്ത് എന്നാണ് പറയുന്നത്. സ്ത്രീകളിൽ നിന്ന് തന്നെയാണ് നിസാ എന്ന വാക്കിന്റെ അർത്ഥമുള്ള സൂറത്ത് നിസാ. ഓക്കെ. ഇതിലെ സൂറത്ത് നിസായിലെ 5 ആയത്തുകൾ ഇഹലോകം മുഴുവനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 5 ആയത്തുകളിൽ എന്താണ്? ഒന്നാമത്തെ ആയത്ത് ഏതാണ്? 31-ാമത്തെ ആയത്താണത്. അതായത് മഹാപാപങ്ങളെ ഉപേക്ഷിക്കുന്ന പക്ഷം മറ്റ് തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് ചെയ്തു കൊടുക്കും. അതായത് 8ഓളം മഹാപാപങ്ങളെ കുറിച്ചിട്ട് ഉലമാക്കൾ എണ്ണിയിട്ടുണ്ട്. അത് നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ട് ബാക്കിയുള്ള കാര്യത്തിൽ വിടുതൽ നൽകും എന്നുള്ളതാണ്. അള്ളാഹു ആരോടും ഒരണുവോളം അനീതി കാണിക്കുന്നില്ല. ഓരോ നന്മയും അവൻ ഇരട്ടിപ്പിച്ച് നൽകും എന്നുള്ളതാണ് അടുത്തതുള്ളത് 40-ാമത്തെ വചനത്തിൽ. അതുപോലെ തന്നെ 3-ാമത്തെയും 4-ാമത്തെയും ഭാഗം എന്ന് പറയുന്നത് ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5-ാമത്തെ ഭാഗത്ത് വല്ല തിന്മയോ സ്വന്തം ദേഹങ്ങളോട് അക്രമമോ ചെയ്യുന്നവർ പാപമോചനം തേടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാപ്പ് നൽകും. ഇതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനം തേടിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വൻ പാപങ്ങൾ പോലും തൗബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ ഒരാളെ കണ്ടിട്ട് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാൻ പോയാലുള്ള അവസ്ഥ എന്താണ്? നമ്മൾ ആ നരകത്തിലേക്ക്, അതായത് ഒരാൾ അപമാനിച്ചു എന്നത് കാരണം കൊണ്ട് നമ്മൾ നരകത്തിലേക്ക് പോവുകയും ആരാണ് പാപമോചനം തേടിയത് അവർ സ്വർഗത്തിലേക്ക് കടക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹുവിന്റെ പിന്നെ റഹ്മത്തില് ആരാണ് ചോദ്യം ചെയ്യുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്റെ റഹ്മത്താണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം കൊടുക്കുക എന്ന് പറയുന്നത് എന്റെ റഹ്മത്തിൽ പെട്ടതാണ്. ആ റഹ്മത്തിനെ ആരാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താന്ന് വെച്ചാല് നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യാൻ ആൾക്കാരല്ല. നമ്മള് ഒബ്സർവർ മാത്രമാണ്. അവരുടെ തിന്മകൾക്ക് അവര് പാപമോചനം തേടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ട് ആളുകൾക്ക് ജഡ്ജ്മെന്റലായിട്ട് നമ്മൾ ആൻസർ കൊടുക്കേണ്ട കാര്യമില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഏത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കാനും അതിനെ പൂർണ്ണമായി പെട്ടുകൊണ്ട് നമ്മൾ അനുസരിക്കാനും. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. رب الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. മനുഷ്യരെ നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും സൃഷ്ടിക്കുകയും അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. ഏതൊരു അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കുക. കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. അനാഥകൾക്ക് അവരുടെ സ്വത്തുക്കൾ വിട്ടുകൊടുക്കുക. നല്ലതിന് പകരം ദുഷിച്ചത് നിങ്ങൾ മാറ്റിയെടുക്കരുത്. നിങ്ങളുടെ ധനത്തോട് കൂട്ടിച്ചേർത്ത് അവരുടെ ധനം നിങ്ങൾ തിന്നുകളയുകയും അരുത്. തീർച്ചയായും അതൊരു കൊലപാതകമാകുന്നു. അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തു കൊള്ളുക. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീയെ ഭാര്യയെ പോലെ സ്വീകരിക്കുക. നിങ്ങൾ അതിൽ വിട്ടു പോകാതിരിക്കുവാൻ അതാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്.
സ്ത്രീകൾക്ക് അവരുടെ വിവാഹമൂല്യങ്ങൾ മനസ്സംതൃപ്തിയോടുകൂടി നിങ്ങൾ നൽകുക. ഇനി അതിൽ നിന്ന് വല്ലതും മനസ്സോടെ അവർ വിട്ടുതരുന്ന പക്ഷം നിങ്ങളത് സന്തോഷപൂർവ്വം സുഖമായി ഭക്ഷിച്ചു കൊള്ളുക. അള്ളാഹു നിങ്ങളുടെ നിലനിൽപ്പിനുള്ള മാർഗമായി നിശ്ചയിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾ വിവേകമില്ലാത്തവർക്ക് കൈവിട്ടു കൊടുക്കരുത്. എന്നാൽ അതിൽ നിന്ന് നിങ്ങൾ അവർക്ക് ഉപജീവനവും വസ്ത്രവും നൽകുകയും അവരോട് മര്യാദയോടെയുള്ള വാക്ക് പറയുകയും ചെയ്യുക. അനാഥകളെ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. അങ്ങനെ അവർക്ക് വിവാഹപ്രായം എത്തിയാൽ നിങ്ങൾ അവരിൽ കാര്യബോധം കാണുന്ന പക്ഷം അവരുടെ സ്വത്തുക്കൾ അവർക്ക് വിട്ടുകൊടുക്കുക. അവർ അനാഥകൾ വലുതാകുമെന്ന് കണ്ട് അമിതമായി തൃപ്തിപ്പെട്ടും അത് തിന്നു തീർക്കരുത്. ഇനി അനാഥയുടെ സംരക്ഷണം ഏൽക്കുന്ന വല്ലവനും കഴിവുള്ളവനാണെങ്കിൽ അതിൽ നിന്നും എടുക്കാതെ മാന്യത പുലർത്തുന്നതാണ് വേണ്ടത്. വല്ലവനും ദരിദ്രനാണെങ്കിൽ മര്യാദ പ്രകാരം അയാൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് അവരുടെ സ്വത്തുക്കൾ അവർക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അതിന് സാക്ഷി നിർത്തേണ്ടതുമാണ്. കണക്ക് നോക്കുന്നവനായി അള്ളാഹു തന്നെ മതി. മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ ധനത്തിൽ പുരുഷന്മാർക്ക് ഓഹരിയുണ്ട്. മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ ധനത്തിൽ സ്ത്രീകൾക്കും ഓഹരിയുണ്ട്. ആ ധനം കുറച്ചാകട്ടെ കൂടുതലാകട്ടെ അത് നിർണയിക്കപ്പെട്ട ഓഹരിയാകുന്നു. സ്വത്ത് ഭാഗിക്കുന്ന സന്ദർഭത്തിൽ മറ്റു ബന്ധുക്കളോ അനാഥകളോ പാവപ്പെട്ടവരോ ഹാജരുണ്ടായാൽ അതിൽ നിന്ന് അവർക്ക് നിങ്ങൾ വല്ലതും നൽകുകയും അവരോട് മര്യാദയോടെയുള്ള വാക്ക് പറയുകയും ചെയ്യേണ്ടതാണ്. തങ്ങളുടെ പിന്നിൽ ദുർബലരായ സന്താനങ്ങളെ വിട്ടേച്ചു പോയാൽ അവരുടെ ഗതി എന്താകുമെന്ന് ഭയപ്പെടുന്നവർ അതേവിധം മറ്റുള്ളവരുടെ മക്കളുടെ കാര്യത്തിലും ഭയപ്പെടട്ടെ. അങ്ങനെ അവർ അള്ളാഹുവെ സൂക്ഷിക്കുകയും ശരിയായ വാക്ക് പറയുകയും ചെയ്യട്ടെ. തീർച്ചയായും അനാഥകളുടെ സ്വത്തുക്കൾ അന്യായമായി തിന്നുന്നവർ അവരുടെ വയറുകളിൽ തിന്നു നിറക്കുന്നത് തീ മാത്രമാണ്. പിന്നീട് അവർ നരകത്തിൽ കത്തിയെരിയുന്നതുമാണ്. നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു. ആണിന് 2 പെണ്ണിന്റേതിന് തുല്യമായ ഓഹരിയാണുള്ളത്. ഇനി 2-ലധികം പെൺമക്കളാണുള്ളതെങ്കിൽ മരിച്ചയാൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ 2/3 ഭാഗമാണ് അവർക്കുള്ളത്. ഒരു മകൾ മാത്രമാണെങ്കിൽ അവൾക്ക് പകുതിയാണുള്ളത്. മരിച്ച ആൾക്ക് സന്താനമുണ്ടെങ്കിൽ അയാളുടെ മാതാപിതാക്കളിൽ ഓരോരുത്തർക്കും അയാൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ 1/6 വീതം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അയാൾക്ക് സന്താനമില്ലാതിരിക്കുകയും മാതാപിതാക്കൾ അയാളുടെ അനന്തരാവകാശികളായിരിക്കുകയുമാണെങ്കിൽ അയാളുടെ മാതാവിന് 1/3 ഭാഗം ഉണ്ടായിരിക്കും. ഇനി അയാൾക്ക് സഹോദരങ്ങൾ ഉണ്ടായിരുന്നാൽ അയാളുടെ മാതാവിന് 1/6 ഉണ്ടായിരിക്കും. മരിച്ച ആൾ ചെയ്തിട്ടുള്ള വസിയത്തിനും കടമുണ്ടെങ്കിൽ അതിനും ശേഷമാണ് ഇതെല്ലാം. നിങ്ങളുടെ പിതാക്കളിലും നിങ്ങളുടെ മക്കളിലും ഉപകാരം കൊണ്ട് നിങ്ങളോട് ഏറ്റവും അടുത്തവർ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഓഹരി നിർണയമാണിത്. തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. നിങ്ങളുടെ ഭാര്യമാർക്ക് സന്താനമില്ലാത്ത പക്ഷം അവർ വിട്ടേച്ചു പോയ ധനത്തിന്റെ പകുതി നിങ്ങൾക്കാകുന്നു. ഇനി അവർക്ക് സന്താനമുണ്ടായിരുന്നാൽ അവർ വിട്ടേച്ചു പോയതിന് 4/1 നിങ്ങൾക്കായിരിക്കും. അവർ ചെയ്യുന്ന വസിയത്തും കടമുണ്ടെങ്കിൽ അതും കഴിച്ചാണിത്. നിങ്ങൾക്ക് സന്താനമില്ലെങ്കിൽ നിങ്ങൾ വിട്ടേച്ചു പോയ ധനത്തിൽ നിന്ന് 4/1 അവർക്ക് ഭാര്യമാർക്കുള്ളത്. ഇനി നിങ്ങൾക്ക് സന്താനമുണ്ടായിരുന്നാൽ നിങ്ങൾ വിട്ടേച്ചു പോയതിൽ നിന്ന് 8/1 അവർക്കുള്ളത്. നിങ്ങൾ ചെയ്യുന്ന വസിയത്തും കരാറുമുണ്ടെങ്കിൽ അതും കഴിച്ചാണിത്. അനന്തരം എടുക്കപ്പെടുന്ന പുരുഷനോ സ്ത്രീയോ പിതാവോ മക്കളില്ലാത്ത ആളായിരിക്കുകയും അയാൾക്ക് മാതാവത്ത് ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടായിരിക്കുകയും ചെയ്താൽ അവരിൽ ആ സഹോദര സഹോദരിമാരിൽ ഓരോരുത്തർക്കും 1/6 അംശം ലഭിക്കുന്നതാണ്. ഇനി അവർ ഒന്നിലധികം പേരുണ്ടെങ്കിൽ അവർ 3/1 സമാവകാശികളായിരിക്കും. ദ്രോഹകരമല്ലാത്ത വസിയത്തോ കടമോ ഉണ്ടെങ്കിൽ അതും കഴിച്ചാണിത്. അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശമത്രേ ഇത്. അള്ളാഹു സർവജ്ഞനും സഹനശീലനുമാകുന്നു. അള്ളാഹുവിന്റെ നിയമപരിധികളാകുന്നു അവയൊക്കെ. ഏതൊരാൾ അള്ളാഹുവും അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവനെ അള്ളാഹു താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അവരതിൽ നിത്യവാസികളായിരിക്കും. അതത്ര മഹത്തായ വിജയം. ആർ അള്ളാഹുയെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുകയും അവന്റെ നിയമപരിധികൾ ലംഘിക്കുകയും ചെയ്യുന്നുവോ അവനെ അള്ളാഹു നരകാഗ്നിയിൽ പ്രവേശിപ്പിക്കും. അവരതിൽ നിത്യവാസികളായിരിക്കും. അപമാനകരമായ ശിക്ഷയാണ് അവനുള്ളത്. നിങ്ങളുടെ സ്ത്രീകളിൽ നീചവൃത്തിയിൽ ഏർപ്പെടുന്നവരാരോ അവർക്കെതിരിൽ സാക്ഷികളായി നിങ്ങളിൽ നിന്ന് 4 പേരെ നിങ്ങൾ കൊണ്ടുവരുവിൻ. അങ്ങനെ അവർ സാക്ഷ്യം വഹിച്ചാൽ അവരെ നിങ്ങൾ വീടുകളിൽ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുക. അവരെ മരണം ഏറ്റെടുക്കുകയോ അള്ളാഹു അവർക്കൊരു മാർഗം ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യുന്നതുവരെ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആ നീചവൃത്തി ചെയ്യുന്ന 2 പേരെയും നിങ്ങൾ പീഡിപ്പിക്കുക. എന്നാൽ അവരിരുവരും പശ്ചാത്തപിക്കുകയും നടപടി നന്നാക്കി തീർക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരെ വിട്ടേക്കുക. തീർച്ചയായും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹു ബാധ്യത ഏറ്റിട്ടുള്ളത് അറിവുകേട് നിമിത്തം തിന്മ ചെയ്യുകയും എന്നിട്ട് താമസിയാതെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാകുന്നു. അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അള്ളാഹു ഏറെ അറിയുന്നവനും യുക്തിമാനുമാകുന്നു. പശ്ചാത്താപം എന്നത് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും എന്നിട്ട് മരണം ആസന്നമാകുമ്പോൾ ഞാനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്കുള്ളതല്ല. സത്യനിഷേധികളായിക്കൊണ്ട് മരണമടയുന്നവർക്കുമുള്ളതല്ല. അങ്ങനെയുള്ളവർക്ക് വേദനയേറിയ ശിക്ഷയാണ് നാം ഒരുക്കി വെച്ചിട്ടുള്ളത്. സത്യവിശ്വാസികളെ, സ്ത്രീകളെ ബലാത്കാരമായിട്ട് അനന്തരാവകാശ സ്വത്തായി എടുക്കൽ നിങ്ങൾക്ക് അനുവദനീയമല്ല. അവർക്ക് ഭാര്യമാർക്ക് നിങ്ങൾ കൊടുത്തതിൽ ഒരു ഭാഗം തട്ടിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾ അവരെ മുടക്കിയിടുകയും ചെയ്യരുത്. അവർ പ്രത്യക്ഷമായ വല്ല നീചവൃത്തിയും ചെയ്താലെങ്കിലല്ലാതെ. അവരോട് നിങ്ങൾ മര്യാദയോടെ സഹവർത്തിക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് അവരോട് വെറുപ്പ് തോന്നുകയാണെന്ന പക്ഷം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു കാര്യം വെറുക്കുകയും അതേ കാര്യത്തിൽ അള്ളാഹു ധാരാളം നന്മ നിശ്ചയിക്കുകയും ചെയ്യുന്നു വരാം. നിങ്ങൾ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യയെ പകരം സ്വീകരിക്കുവാൻ
പകരം സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവരിൽ ഒരാൾക്ക് നിങ്ങൾ ഒരു കൂമ്പാരം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിൽ നിന്ന് യാതൊന്നും തന്നെ നിങ്ങൾ തിരിച്ചു വാങ്ങരുത്. കള്ള ആരോപണം ചുമത്തിക്കൊണ്ടും പ്രത്യക്ഷമായ ധർമ്മം ചെയ്തുകൊണ്ടും നിങ്ങൾ അത് മേടിക്കുകയോ നിങ്ങൾ അന്യോന്യം കൂടിച്ചേരുകയും അവർ നിങ്ങളിൽ നിന്ന് കനത്ത ഒരു കരാർ വാങ്ങുകയും ചെയ്തു കഴിഞ്ഞിരിക്കെ നിങ്ങൾ അതെങ്ങനെ മേടിക്കും? നിങ്ങളുടെ പിതാക്കൾ വിവാഹം ചെയ്ത സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്, മുമ്പ് ചെയ്തു പോയതൊഴികെ. തീർച്ചയായും അതൊരു നീചവൃത്തിയും വെറുക്കപ്പെട്ട കാര്യം, ദുഷിച്ച മാർഗവുമാകുന്നു. നിങ്ങളുടെ മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, പിതൃസഹോദരിമാർ, മാതൃസഹോദരിമാർ, സഹോദര പുത്രിമാർ, സഹോദരീ പുത്രിമാർ, നിങ്ങളെ മുല കുടിപ്പിച്ച പോറ്റമ്മമാർ, മുലകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഭാര്യ മാതാക്കൾ എന്നിവർ അവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തിപ്പുത്രിമാരും അവർ വിവാഹം ചെയ്യുന്നത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ മക്കളെ കേൾക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. നിങ്ങളുടെ മുതുകിൽ നിന്ന് പിറന്ന പുത്രന്മാരുടെ ഭാര്യമാരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. രണ്ട് സഹോദരിമാരെ ഒന്നിച്ച് ഭാര്യമാരാക്കുന്നതും നിഷിദ്ധമാക്കുന്നു, മുമ്പ് ചെയ്തു പോയതൊഴികെ. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. മറ്റുള്ളവരുടെ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയവർ അടിമ സ്ത്രീകൾ ഒഴികെ. നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ നിയമം അത്ര ഇത്. അതിനപ്പുറം സ്ത്രീകളുമായി നിങ്ങളുടെ ധനം മഹറായി നൽകിക്കൊണ്ട് അവർ വിവാഹബന്ധം തേടുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വൈവാഹിക ജീവിതം ലക്ഷ്യമാക്കുന്നവരായിരിക്കണം, നീചവൃത്തി ആഗ്രഹിക്കുന്നവരാകരുത്. അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾ വല്ല സുഖവും അനുഭവിച്ചാൽ അവർക്കുള്ള വിവാഹമൂല്യം ഒരു ബാധ്യത എന്ന നിലയിൽ നിങ്ങൾ നൽകേണ്ടതാണ്. ബാധ്യത വിവാഹമൂല്യം നിശ്ചയിച്ചതിന് ശേഷം നിങ്ങൾ അന്യോന്യം തൃപ്തിപ്പെട്ട് വല്ല വിട്ടുവീഴ്ചയും ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. തീർച്ചയായും അള്ളാഹു ഏറെ അറിയുന്നവനും കൃത്യമാനുമാകുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും സത്യവിശ്വാസിനികളായ സ്വതന്ത്ര സ്ത്രീകളെ വിവാഹം കഴിക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയ സത്യവിശ്വാസിനികളായ ദാസിമാരെ ആരെങ്കിലും നിങ്ങൾക്ക് ഭാര്യമാരായി സ്വീകരിക്കാവുന്നതാണ്. അള്ളാഹു ആകുന്ന നിങ്ങളുടെ വിശ്വാസത്തെപ്പറ്റി നന്നായി അറിയുന്നവൻ. നിങ്ങളിൽ ചിലരിൽ നിന്നുണ്ടായവരാണല്ലോ. അങ്ങനെ അവരെ, ആ ദാസിമാരെ, അവരുടെ രക്ഷാകർത്താക്കളുടെ അനുമതി പ്രകാരം നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളുക. അവരുടെ വിവാഹം മൂല്യം മര്യാദ പ്രകാരം അവർക്ക് നിങ്ങൾ നൽകുകയും ചെയ്യുക. മ്ലേച്ഛവൃത്തിയിൽ ഏർപ്പെടാത്തവരും രഹസ്യവീഴ്ചക്കാരെ സ്വീകരിക്കാത്തവരുമായ പതിവ്രതകളായിരിക്കണം അവർ. അങ്ങനെ അവർ വൈവാഹിക ജീവിതത്തിന്റെ സംരക്ഷണത്തിലായി കഴിഞ്ഞിട്ട് അവർ മ്ലേച്ഛവൃത്തിയിൽ ഏർപ്പെടുന്ന പക്ഷം സ്വതന്ത്ര സ്ത്രീകൾക്കുള്ളതിന്റെ പകുതി ശിക്ഷ അവർക്കുണ്ടായിരിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ വിഷമിക്കുമെന്ന് ഭയപ്പെടുന്നവർക്കാകുന്നു ഇത് അടിമ സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കാനുള്ള അനുവാദം. എന്നാൽ നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തമം. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരുവാനും നിങ്ങളുടെ മുൻഗാമികളുടെ വല്ല നടപടിയും നിങ്ങൾക്ക് കാട്ടിത്തരുവാനും നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുവാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്നാൽ തന്നിഷ്ടങ്ങളെ പിൻപറ്റി ജീവിക്കുന്നവർ ഉദ്ദേശിക്കുന്നവർക്ക് നിങ്ങൾ നേർവഴിയിൽ നിന്ന് വൻതോതിൽ തെറ്റിപ്പോകണമെന്നാണ്. നിങ്ങൾക്ക് ഭാരം കുറച്ചു തരണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു. ദുർബലനായിക്കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. സത്യവിശ്വാസികളെ, നിങ്ങൾ പരസ്പരം സംതൃപ്തിയോടുകൂടി നടത്തുന്ന കച്ചവട ഇടപാട് മുഖേനയല്ലാതെ നിങ്ങളുടെ സ്വത്തുക്കൾ അന്യായമായി നിങ്ങൾ അന്യോന്യം എടുത്തു തിന്നരുത്. നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യരുത്. തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാകുന്നു. ആരെങ്കിലും അതിക്രമപരമായി അന്യായമായും അങ്ങനെ ചെയ്യുന്ന പക്ഷം നാം അവനെ നരകാഗ്നിയിലിട്ട് കരിക്കുന്നതാണ്. അത് അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യമാവുന്നു. നിങ്ങളോട് വിരോധിക്കപ്പെടുന്ന വൻ പാപങ്ങൾ നിങ്ങൾ വർജിക്കുന്ന പക്ഷം നിങ്ങളുടെ തിന്മകളെ നിങ്ങളിൽ നിന്ന് നാം മായ്ച്ചു കളയുകയും മാന്യമായ ഒരു സ്ഥാനത്ത് നിങ്ങളെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളിൽ ചിലർക്ക് ചിലരേക്കാൾ കൂടുതലായി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളോട് നിങ്ങൾക്ക് മോഹം തോന്നരുത്. പുരുഷന്മാർ സമ്പാദിച്ചുണ്ടാക്കിയതിന്റെ ഓഹരി അവർക്കുണ്ട്, സ്ത്രീകൾ സമ്പാദിച്ചുണ്ടാക്കിയതിന്റെ ഓഹരി അവർക്കുമുണ്ട്. അള്ളാഹുവോട് അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊള്ളുക. തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും കഴിവുള്ളവനാകുന്നു. ഏതൊരാൾക്കും തന്റെ മാതാപിതാക്കളും അവന്റെ അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിന് അവകാശികളെ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വലം കൈകൾ ബന്ധം സ്ഥാപിച്ചിട്ടുള്ളവർക്കും അവരുടെ ഓഹരി നിങ്ങൾ കൊടുക്കുക. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാകുന്നു. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തേക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയത് കൊണ്ടും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിച്ചതുകൊണ്ടുമാണത്. അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷണ പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ്. എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക. കിടപ്പറയിൽ അവരുമായി അകന്നു നിൽക്കുക. അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക. എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ നിങ്ങൾ അവർക്കെതിരിൽ ഒരു മാർഗവും തേടരുത്. തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാകുന്നു.
ഇനി അവർ ദമ്പതിമാർ തമ്മിൽ ഭിന്നിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം അതിന്റെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും നിങ്ങൾ നിയോഗിക്കുക. ഇരുവിഭാഗവും അനുരഞ്ജനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു അവർക്കിടയിൽ വിയോജിപ്പുണ്ടാക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനം ആണ്. നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും അവനോട് യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുകയും മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്യുക. ബന്ധുക്കളോടും അനാഥകളോടും പാവങ്ങളോടും കുടുംബബന്ധമുള്ള അയൽക്കാരോടും അന്യരായ അയൽക്കാരോടും സഹവാസിയോടും വഴിപോക്കനോടും നിങ്ങളുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയ ഉടമകളോടും നല്ല നിലയിൽ വർത്തിക്കുക. പൊങ്ങച്ചക്കാരനും ദുരഭിമാനിയുമായിട്ടുള്ള ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. പിശുക്ക് കാണിക്കുകയും പിശുക്ക് കാണിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും തങ്ങൾക്ക് അള്ളാഹുവിന്റെ അവതാരം കൊണ്ട് നൽകിയ അനുഗ്രഹം മറച്ചുവെക്കുകയും ചെയ്തവരാണവർ. ആ നന്ദി കെട്ടവർക്ക് അപമാനകരമായ ശിക്ഷയാണ് നാം ഒരുക്കി വെച്ചിട്ടുള്ളത്. ജനങ്ങളെ കാണിക്കുവാനായി തങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിക്കുന്നവരും അള്ളാഹുലോ അന്ത്യദിനത്തിലോ വിശ്വാസമില്ലാത്തവരുമാണ് അവർ. പിശാചാണ് ഒരാളുടെ കൂട്ടാളിയാകുന്നതെങ്കിൽ അവന് എത്ര ദുഷിച്ച ഒരു കൂട്ടുകാരൻ. അവർ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്തു പോയാൽ അവർക്ക് എന്താണ് ദോഷമുള്ളത്? അള്ളാഹു അവരെ പറ്റി നന്നായി അറിയുന്നവനാകുന്നു. തീർച്ചയായും അള്ളാഹു ഒരു അനുവോളം അനീതി കാണിക്കുകയില്ല. വല്ല നന്മയുമാണുള്ളതെങ്കിൽ അതവൻ ഇരട്ടിച്ചു നൽകുകയും അത് അവന്റെ പക്കൽ നിന്നുള്ള വമ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം കൊണ്ടുവരികയും ഇക്കൂട്ടർക്കെതിരിൽ നിന്നെ നാം സാക്ഷിയായി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അവിശ്വസിക്കുകയും റസൂലിനെ ധിക്കരിക്കുകയും ചെയ്തവർ ആ ദിവസം കൊതിച്ചു പോകും. അവരെ മൂടിക്കൊണ്ട് ഭൂമി നിരപ്പാക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഒരു വിവരവും അള്ളാഹുൽ നിന്ന് അവർക്ക് ഒളിച്ചു വെക്കാനാവില്ല. സത്യവിശ്വാസികളെ, ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. നിങ്ങൾ പറയുന്നത് എന്തെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നതുവരെ. ജനാപത്തുകാരനായിരിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്നതുവരെയും നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. നിങ്ങൾ വഴി കടന്നു പോകുന്നവരായിക്കൊണ്ടല്ലാതെ. നിങ്ങൾ രോഗികളായിരിക്കുകയോ യാത്രയിലായിരിക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞു വരികയോ സ്ത്രീകളുമായി സമ്പർക്കം നടത്തുകയോ ചെയ്തുവെങ്കിൽ, എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയതുമില്ലെങ്കിൽ, നിങ്ങൾ ശുദ്ധിയുള്ള ഭൂമുഖം തേടിക്കൊള്ളുക. എന്നിട്ട് അതുകൊണ്ട് നിങ്ങളുടെ മുഖവും കൈകളും തടവുക. തീർച്ചയായും അള്ളാഹു ഏറെ മാപ്പ് നൽകുന്നവനും പൊറുക്കുന്നവനുമാകുന്നു. വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു വിഭാഗം നൽകപ്പെട്ടവരെ നീ കണ്ടില്ലേ? അവർ ദുർമാർഗം വിലക്ക് വാങ്ങുകയും നിങ്ങൾ വഴിതെറ്റിപ്പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത് നമ്മള് തയമം ചെയ്യുന്നതിനെ കുറിച്ചാണ്. തയമം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ മനസ്സിലാക്കുക? ആദ്യം കയ്യ് ഭൂമിയിൽ അടിച്ചു അല്ലെ? ഭൂമിയിൽ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മള് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ തടവണം. എന്നിട്ട് അതിന് ശേഷം എന്താണ്? കൈകൾ തടവണം. അല്ലാതെ കൈ ആദ്യം തടവിയതിനു ശേഷം മുഖം തടവണം എന്നല്ല പറഞ്ഞത്. കാരണം നമ്മൾ വെള്ളം കൊണ്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യല്? കൈ ആദ്യം തടവിയതിനു ശേഷമാണ് നമ്മൾ മുഖം കഴുകുക അല്ലെ? പക്ഷെ മണ്ണ് കൊണ്ട് നമ്മൾ തയമം ചെയ്യുന്ന സമയത്ത് നമ്മളെ മുഖമാണ് ആദ്യം തടവേണ്ടത്. അതിനുശേഷമാണ് കൈകളെ തടവേണ്ടത്. ഇത് നമ്മൾ നേരെ തിരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അത് എത്രയും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പലരും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിന് ശ്രദ്ധിക്കുക. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 45-ാമത്തെ ആയത്ത് മുതൽ. അള്ളാഹു നിങ്ങളുടെ ശത്രുക്കളെ പറ്റി നന്നായി അറിയുന്നവനാകുന്നു. നിങ്ങൾക്ക് രക്ഷകനായി അള്ളാഹു മതി, സഹായിയായും അള്ളാഹു തന്നെ മതി. യഹൂദരിൽപ്പെട്ടവരത്രേ ആ ശത്രുക്കൾ. വാക്കുകളെ അവർ സ്ഥാനം തെറ്റിച്ച് പ്രയോഗിക്കുന്നു. തങ്ങളുടെ നാവ് വളച്ചൊടിച്ചുകൊണ്ടും മതത്തെ കുത്തിപ്പറഞ്ഞുകൊണ്ടും സമയന വാസൈന എന്നും ഇസ്മാ ഹൈറം മുസ്മാ എന്നും റായിന എന്നും അവർ പറയുന്നു. സമീന വാതന, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നും ഇസ്മാ കേൾക്കണേ എന്നും ഉൻലുർന, ഞങ്ങളെ ഗൗനിക്കണേ എന്നും അവർ പറഞ്ഞിരുന്നുവെങ്കിൽ അതവർക്ക് കൂടുതൽ ഉത്തമവും വക്രതയില്ലാത്തതുമാകുമായിരുന്നു. പക്ഷെ അള്ളാഹു അവരുടെ നിഷേധം കാരണമായി അവർ ശപിച്ചിരിക്കുന്നു. അതിനാൽ അവർ വിശ്വസിക്കുകയില്ല, ചുരുക്കത്തിലല്ലാതെ. ഹേ വേദക്കാരെ, വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ, നിങ്ങളുടെ പക്കലുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് നാം അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. നാം ചില മുഖങ്ങൾ തുടച്ചു നീക്കിയിട്ട് അവയെ പിൻവശങ്ങളിലേക്ക് മാറ്റുന്നതിന് മുമ്പായി, അല്ലെങ്കിൽ ശബത്തിന്റെ ആൾക്കാരെ ശപിച്ചതുപോലെ നിങ്ങളെയും ശപിക്കുന്നതിന് മുമ്പായി നിങ്ങൾ വിശ്വസിക്കുന്നു. ശാബത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ചയുടെ ആൾക്കാര്, അതായത് കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ഒരു സമൂഹത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഓക്കെ. അള്ളാഹുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുക തന്നെ ചെയ്യും. മുമ്പ് തന്നോട് പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതൊഴിച്ചുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. ആർ അള്ളാഹുവോട് പങ്കു ചേർത്തുവോ അവൻ തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമായി ചമച്ചുണ്ടാക്കുന്നതാണ്.
സ്വയം പരിശുദ്ധരാവണമെന്ന് അവകാശപ്പെടുന്നവരെ നീ കണ്ടില്ലേ? എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ പരിശുദ്ധരാക്കുന്നു. അവരോട് ഒരു തരിമ്പും അനീതി കാണിക്കപ്പെടുന്നതല്ല. എങ്ങനെയാണ് അവർ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നത് എന്ന് നോക്കൂ. പ്രത്യക്ഷമായ കുറ്റമായിട്ട് അത് തന്നെ മതി. വേദത്തിൽപ്പെട്ട ഒരു വിഭാഗം വേദത്തിൽ നിന്ന് ഒരു വിഹിതം നൽകപ്പെട്ടവരെ നീ നോക്കിയില്ലേ? അവർ ക്ഷുദ്രവിദ്യകളിലും ദുർമൂർത്തികളിലും വിശ്വസിക്കുന്നു. സത്യനിഷേധികളെ പറ്റി അവർ പറയുന്നു, ഇക്കൂട്ടരാണ് വിശ്വാസികളെങ്കിൽ ഇക്കൂട്ടരാണ് വിശ്വാസികളെക്കാൾ നേർമാർഗം പ്രാപിച്ചവരെന്ന്. എന്നാൽ അവരെയാണ് അള്ളാഹു ശപിച്ചിരിക്കുന്നത്. ഏതൊരുവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നുവോ അവനൊരു സഹായിയെയും നീ കണ്ടെത്തുകയില്ല. അതല്ല, ആധിപത്യത്തിൽ വല്ല വിഹിതവും അവർക്കുണ്ടോ എങ്കിൽ ഒരു അണുവോളം അവർ മനുഷ്യർക്ക് നൽകുമായിരുന്നില്ല. അതല്ല, അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് മറ്റു മനുഷ്യർക്ക് നൽകിയിട്ടുള്ളതിന്റെ പേരിൽ അവർ അസൂയപ്പെടുകയാണോ? എന്നാൽ ഇബ്രാഹിം കുടുംബത്തിന് നാം വേദവും വിജ്ഞാനവും നൽകിയിട്ടുണ്ട്. അവർക്ക് നാം മഹത്തായ ആധിപത്യവും നൽകിയിട്ടുണ്ട്. അവരിൽ വിശ്വസിച്ച ഒരു വിഭാഗം അവരുടെ കൂട്ടത്തിലുണ്ട്. അവരിൽ നിന്ന് പിന്തിരിഞ്ഞ വിഭാഗവും അവരിലുണ്ട്. അവർക്ക് കത്തിജ്വലിക്കുന്ന നരകാഗ്നി തന്നെ മതി. തീർച്ചയായും നമ്മുടെ തെളിവുകൾ നിഷേധിച്ചവരെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തു പോകുമ്പോഴെല്ലാം അവർക്ക് നാം വേറെ തൊലികൾ മാറ്റിക്കൊടുക്കുന്നതാണ്. അവർ ശിക്ഷ ആസ്വദിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയാണത്. തീർച്ചയായും അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നു. വിശ്വസിക്കുകയും സൽക്കർ പ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്തവരാകട്ടെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോട്ടങ്ങളിൽ നാം അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. അവരതിൽ നിത്യവാസികളായിരിക്കും. അവർക്ക് അവിടെ പരിശുദ്ധരായ ഇണകൾ ഉണ്ടായിരിക്കും. സ്ഥിരവും ഇടതൂർന്നതുമായ തണലിൽ നാം അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ 57-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ ഇതുവരെ എടുത്തത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബി റഹ്മാ കമാ റബ്ബയാനി സഗീറാ. റബ്ബി റഹ്മാ കമാ റബ്ബയാനി സഗീറാ. റബ്ബി റഹ്മാ കമാ റബ്ബയാനി സഗീറാ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. ربي هب لي من لدنك ذرية طيبة إنك سميع دعاء يا غني يا الله أغنني بفضلك من سواك ربي أنزلني منزلا مباركا أنت خير المنزلين اللهم يسر ولا تسر وتمن بالخير اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني آمين يا رب العالمين اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى ربي أنزل منزل مبارك أنت خير المنزلين اللهم إنا نسألك جنات الفردوس الأعلى ربنا آتنا من لدنك رحمة وهب لنا من لدنك رشدا رب اشرح لي صدري ويسر لي أمري ربي إني لما أنزلت إلي من خير فقير ربي إني لما أنزلت إلي من خير فقير ربي إني لما أنزلت إلي من خير فقير آمين 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 برحمتك يا أرحم الراحمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم يا أرحم الراحمين يا الله يا ذا الجلال الإكرام يا الله حي القيوم يا الله أحد الصمد يا الله അറിഞ്ഞുകൊണ്ട് അറിയാതെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മുൻകടന്നു പോയവർക്ക് നീ പാപമോചനം നൽകിയതുപോലെ ഞങ്ങൾക്ക് നീ പാപമോചനം നൽകണമേ നാളെ സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ അലൈഹില്ലാഹുവെ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ പൂർത്തീകരിച്ചു തരണമേ ലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ യാ റഹ്മാൻ അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്തതി പരമ്പരകളിൽ അല്ലാഹു ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ നിന്റെ വിധിവിലക്കുകളിൽ അല്ലാഹുവെ പൂർണ്ണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് അല്ലാഹുവെ വിജയിച്ച നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹുവെ ലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അല്ലാഹുവെ നീ നീക്കി കൊടുക്കണമേ ഞങ്ങളിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി തരണമേ അല്ലാഹു അസുഖങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി തരണമേ യാ റഹ്മാൻ അല്ലാഹു ലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ ഉത്തമരായ അടിമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത വിഭവങ്ങളിൽ അല്ലാഹുവെ നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ അത് ഏറ്റവും ഉത്തമമായ രീതിയിൽ വിനിയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഞങ്ങൾ വിട്ടേച്ചു പോകുന്ന തരത്തിന് അല്ലാഹുവെ ഉത്തമരായ അവകാശങ്ങളെ നീ നിശ്ചയിക്കണമേ
അനുഗ്രഹിക്കണമേ. അവർക്ക് നീ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവെ നിന്റെ തൃപ്തിയിൽ നിന്ന് നീ ഔദാര്യമായി നൽകിയത് അള്ളാഹുവെ റഹ്മത്തിൽ വർക്കത്തിൽ ഐശ്വര്യത്തിലാക്കി കൊടുക്കുകയും അത് ഏറ്റവും ഉത്തമമായ രീതിയിൽ വിനിയോഗിക്കുന്നവരുടെ കൂട്ടത്തിലായിക്കൊണ്ട് അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പുറത്തു മാപ്പ് നൽകണമേ. ഞങ്ങളെ ഇണകളിലും അവരുടെ കുടുംബങ്ങളിൽ നിന്ന് നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സന്തതി പരമ്പരകളെ സ്വാലിഹീങ്ങളിലും ആരിഫീങ്ങളിലും ആഫിലീങ്ങളിലും ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ജനങ്ങൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്ന ഉത്തമരായ അടിമകളാകാൻ അവർക്ക് നീ തൗഫീക്ക് നൽകുകയും അള്ളാഹു വരും തലമുറകൾക്ക് അള്ളാഹുവെ അവരെ നീ ഉത്തമരായ മാതൃകളാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ അള്ളാഹുവെ നീ നൽകിയതിൽ ഞങ്ങൾക്ക് നീ വർധനവ് നൽകണമേ. ഞങ്ങൾക്ക് കുറയ്ക്കരുതേ. അള്ളാഹുവെ നീ നൽകിയതിൽ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകുകയും അള്ളാഹുവെ അത് ഏറ്റവും ഉത്തമമായ രീതിയിൽ വിനിയോഗിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹു ഇബാദത്തുകളിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ സൂക്ഷ്മത നൽകുകയും കൂടുതൽ കൂടുതൽ അള്ളാഹു ഇബാദത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകുകയും അനുഗ്രഹിക്കുകയും അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ അള്ളാഹുവെ നീ സ്വീകരിക്കുകയും ചെയ്യണമേ. അള്ളാഹു മലക്കുകൾ ആമീൻ പറയുന്ന സദസ്സുകളിൽ ഞങ്ങൾക്ക് നീ ഉത്തമമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളുടെ മടക്കസ്ഥാനം ഏറ്റവും ഉത്തമമായ സങ്കേതത്തിലേക്ക് ആക്കിത്തരണമേ. ഉത്തമരായ ആളുകളെ ഞങ്ങൾക്ക് നീ അയൽവാസികളായി നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ നാളെ പരലോകത്ത് വിചാരണയുടെ നാളിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് നൽകണമേ. അള്ളാഹുവെ നീ പാപമോചനം നൽകുകയും അള്ളാഹുവെ നീ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച ആ 70,000 ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങൾ സന്തതി പരമ്പരകളെയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്തവരെയും അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മുൻകടന്നു പോയ ഞങ്ങൾ കുടുംബങ്ങൾ ബന്ധുമിത്രാദികളെയും അള്ളാഹുവെ ഞങ്ങളെ സമൂഹത്തെയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്തവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ നിന്റെ വജഹ് കണ്ടുകൊണ്ട് അള്ളാഹു സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ ആലയിൽ ഞങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അള്ളാഹു ഒരുമിച്ച് കൂടുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ വീതിച്ച് നൽകണമേ. ഞങ്ങളുടെ ഒരു ആവശ്യവും അള്ളാഹുവെ പൂർത്തീകരിക്കാതെ ഞങ്ങളെ ഈ മറ്റിൽ നിന്ന് നീ വിട്ടുകളയരുത്. യാ റഹ്മാൻ അള്ളാഹുവെ ദീനുള്ള അള്ളാഹു ഉയരാനും അള്ളാഹുവെ നിന്റെ ഖുർആൻ ഏറ്റവും ഉത്തമമായ രീതിയിൽ പാരായണം ചെയ്യാനും അതിലൂടെ അള്ളാഹു അമലുകൾ നേടിയെടുക്കാനും അള്ളാഹു ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നമസ്കാരങ്ങളിൽ അള്ളാഹു സൂക്ഷ്മത പുലർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. വരുന്ന അള്ളാഹു റമളാനുകൾ അള്ളാഹുവെ ഉത്തമമായ രീതിയിൽ വിനിയോഗിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ഏറ്റവും ഉത്തമമായ രീതിയിൽ ഞങ്ങൾക്ക് ചെലവഴിക്കാനോ അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹു നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹു ഞങ്ങളെ കച്ചവടങ്ങളിൽ നിന്ന് ബർക്കത്ത് റഹ്മത്ത് ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു അതിലൂടെ മറ്റുള്ളവർക്ക് അള്ളാഹുവെ നീ അർഹമായത് എത്തിച്ചു കൊടുക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവെ നീ സ്വീകരിക്കണമേ. ഇഹലോകത്തും പരലോകത്തും വിജയം വരിച്ചുത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ആമീൻ 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 ബിറഹ്മതിക യാ റഹ്മാൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. عليكم السلام ورحمة الله وعليكم السلام ورحمة الله وبركاته.